മട്ടന്നൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മരുതായി ഇരിക്കൂർ റോഡിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 20 മുതലാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുക. നഗരസഭാ ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മട്ടന്നൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് മരുതായി ഇരിക്കൂർ റോഡിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തുന്നത്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്നും ഇരിട്ടി ഭാഗത്തുനിന്നും വരുന്ന എല്ലാ ചെറുവാഹനങ്ങളും 20 മുതൽ മൊയ്തു ഹാജി സ്മാരക മിനി ബൈപ്പാസ് റോഡിലൂടെ മാത്രമേ ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കാവൂ. കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും കണ്ണൂർ റോഡിൽ നിന്ന് നേരിട്ട് ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. നഗരത്തിലെ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങൾ ജനുവരി അവസാനത്തോടെ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു. തീരുമാനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഗതാഗത പരിഷ്കരണവുമായി എല്ലാവരും സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. പ്രധാനമായും നമ്മുടെ കണ്ണൂർ റോഡിൽ നിന്നും ഇരിട്ടി റോഡിൽ നിന്നും ഇരിക്കൂർ ഭാഗത്തേക്കുള്ള പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ ട്രാഫിക് കുരുക്കാണ് പലപ്പോഴും അനുഭവപ്പെടാറ്. അതിന് പരിഹാരം എന്ന നിലയിലാണ് മുമ്പ് അതുവഴി വൺ വേ ആക്കിയിരുന്നത്. അപ്പോൾ അത് ഈ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാനാണ് ആദ്യം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ മിനി ബൈപ്പാസ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അതിലൂടെ അതായത് ബസ് സ്റ്റാൻഡിൽ ഭാഗത്തു നിന്നും ഇരിട്ടി ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ചെറുകിട വാഹനങ്ങളും ബൈപ്പാസ് റോഡ് വഴി മാത്രമേ ഇരിക്കൂർ റോഡിലേക്ക് ഇനി പ്രവേശിക്കാവൂ. കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും കണ്ണൂർ റോഡിൽ നിന്ന് നേരിട്ട് ഇരിക്കൂർ റോഡിലേക്ക് കയറാവുന്നതാണ്. ലെഫ്റ്റ് ഫ്രീ സംവിധാനം ആണ് ആ ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൃത്യമായി പാലിച്ചാൽ കണ്ണൂർ റോഡിലെ ഗതാഗത കുരുക്ക് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മറ്റ് തലശ്ശേരി റോഡിലും അതുപോലെ ഇരിട്ടി റോഡിലുമുള്ള പ്രധാനപ്പെട്ട കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ജനുവരി അവസാനത്തോടുകൂടി ആ ഭാഗത്തുള്ള ട്രാഫിക് കുരുക്കും ഒഴിവാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. യോഗത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AV സുരേഷ്, പോലീസ് ഇൻസ്പെക്ടർ P മുനീർ, നഗരസഭാ സെക്രട്ടറി P രാകേഷ്, എഞ്ചിനീയർ PP രജനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.